ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരോഗ്യകരവും രുചികരവുമായ ഈ റാപ്പിൽ പനീറും ഒരു മിക്സ്ഡ് വെജ് സാലഡും ഒരു ഗോതമ്പ് റൊട്ടിയിൽ പൊതിഞ്ഞിരിക്കുന്നതിനാൽ ഫിറ്റ്നസ്സുകാർക്ക് ഈ റാപ്പ് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ആദ്യം തന്നെ ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടി മാറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ വെച്ച് മിക്സ് ചെയ്യണം. ഉപ്പ് നന്നായി ചേർന്ന് വരട്ടെ. ശേഷം ഇതിലേക്ക് 1/4 കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. വെള്ളം കുറേശ്ശെയായി ചേർത്ത് കുഴച്ചെടുത്ത് വരാം. പിന്നെ നോർമൽ വെള്ളം ചേർത്ത് മാവ് കുഴക്കരുത് കേട്ടോ, ചപ്പാത്തി നല്ല ഹാർഡായി പോകും. വെള്ളത്തിന് അധികം ചൂടും വേണ്ട, ചെറിയ ചൂട് മാത്രം മതിയാകും. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്യാം. ഇത് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 100 ഗ്രാം പനീർ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ വീതം മുളകുപൊടിയും കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ നാരങ്ങനീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാല നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ പാകത്തിന് വെളിച്ചെണ്ണയും ചേർക്കാം. പിന്നെ ഓയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഓയിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്തെടുത്ത പനീർ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് പനീർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോ വശവും ഫ്രൈ ചെയ്യാനായി 3 മിനിറ്റ് മതിയാകും. അധികം ഫ്രൈ ചെയ്തെടുത്താൽ പനീർ ഹാർഡാകുകയുള്ളൂ, ഇതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ പനീർ കംപ്ലീറ്റായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കണം. അതിനുവേണ്ടി മാവ് നീളത്തിൽ ഉരുട്ടിയെടുത്ത് ഓരോ ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളയും പരത്തിയെടുക്കാം. അങ്ങനെ ഇത് നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കി ചുട്ടെടുക്കാം. പരത്തിയെടുത്ത ചപ്പാത്തി മാവ് പാനിൽ ഇട്ട ശേഷം ചപ്പാത്തിയുടെ കളർ മങ്ങിയ ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ശേഷം ബബിൾസ് വരുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ചപ്പാത്തി നന്നായി പൊങ്ങി വന്നാൽ പാനിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനെ ചപ്പാത്തി റെഡി. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത പനീർ ചേർക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത പകുതി സാലഡ് വെള്ളരിക്കയും ഒരു ചെറിയ സവാളയും ഒരു തക്കാളിയും 1 കപ്പ് ലെറ്റ്യൂസും ചേർത്ത് ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ചുട്ടെടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഫില്ലിംഗ് സെൻട്രലായിട്ട് തന്നെ നിരത്തിയെടുത്ത് 2 വശവും ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ പനീർ റാപ്പ് റെഡി. ഫിറ്റ്നസ് ചെയ്യുന്നവർക്ക് വളരെ ഹെൽത്തിയായ ഈ റാപ്പ് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.